ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാനായി പോകുന്നത് ഇന്ന് സമൂഹത്തിൽ നടന്നു വരുന്ന കുട്ടികളുടെ ഇടയിൽ കാണപ്പെടുന്ന ആത്മഹത്യാ ടെൻഡൻസിയെ കുറിച്ചാണ്. ഒരു സൂയിസൈഡ് നടന്നു കഴിയുമ്പോൾ അവരുടെ പാരൻസിനോടോ ബന്ധുമിത്രാദികളോടോ അതുപോലെ കൂട്ടുകാരോടോ നാം ചോദിക്കുമ്പോൾ എന്തെങ്കിലും കാരണമുണ്ടോ ഇതിന് പിന്നിലെന്ന് അന്വേഷിക്കുമ്പോൾ കാര്യമായിട്ട് ഒരു വിവരവും ലഭിക്കാറില്ല. എന്നാൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് അത് പരാജയപ്പെടുകയും തുടർന്ന് കൗൺസിലിങ്ങിനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പല കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയപ്പെടുന്ന കാര്യങ്ങൾ പലവിധമായ മാനസിക വൈകല്യങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളുടെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളുടെ തുടർ ചലനം എന്ന രീതിയിലാണ് അവർ ഇതിന് ശ്രമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പലവിധമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ ഇടയിലുള്ള ആത്മഹത്യാ പ്രവണത നോക്കുമ്പോൾ അത് കൂടുതലും ടീനേജുകാരിലാണ് കാണുന്നത്. ടീനേജ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അല്ലെങ്കിൽ ഈ ടെക്നോളജിയുടെ ഈ യുഗത്തിൽ വളരെ കോൺഫ്ലിക്റ്റ് നിറഞ്ഞതാണ്. നമ്മളുടെ വീക്ഷണത്തിൽ ഈ കുഞ്ഞുങ്ങൾ ശരിക്ക് മുന്നോട്ട് പോകുന്നില്ല, നാം ഇവർക്ക് കൊടുക്കുന്ന വാല്യൂ എഡ്യൂക്കേഷനൊന്നും ഇവർ കൈക്കൊള്ളുന്നില്ല എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇവരുടെ ചിന്തകളെ വല്ലാതെ അലട്ടുന്ന ഇതിലേതാണ് ശരി, ടീച്ചർ പറഞ്ഞതാണോ, പാരൻസ് പറഞ്ഞതാണോ, അതോ സോഷ്യൽ മീഡിയയിലെ പ്രമുഖരും അവർക്കിഷ്ടപ്പെട്ടതുമായിട്ടുള്ള ആളുകൾ പറയുന്നതാണ്, ഇതിലേതാണ് ശരി എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ ഉള്ളിൽ വളരെയേറെ ഉണ്ട്. മുമ്പ് കാലങ്ങളിൽ കാര്യങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് വളരെയേറെ അറിവുള്ളവരും പൊതുസമ്മതകരും ആയിരിക്കും. അതായത് അനേകർ ഇദ്ദേഹം അല്ലെങ്കിൽ ഇവർ വളരെയേറെ അറിവുള്ളവരാണെന്ന് സമ്മതിച്ച പൊതുസമ്മതരായിട്ടുള്ള ആളുകളാണ് ഒരു പ്രസംഗവേദിയിലായാലും മറ്റെവിടെ ആയാലും കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നത്തെ അവസ്ഥ അതല്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാ വ്യക്തികളും അവരുടേതായ ലോകത്ത് അല്ലെങ്കിൽ അവരുടേതായ ഒരു വരുമാന മാർഗം എന്ന നിലയിൽ പലവിധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടീനേജ് സമയത്ത് ഈ ഒരു ആറ്റം ബോംബ് പോലെയുള്ള ഈ ഒരു സോഷ്യൽ മീഡിയയിലെ വിവരങ്ങൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിൽ പ്രമുഖരാണെന്നോ ഇതിൽ നല്ല അറിവുള്ളവരാണ് ആരാണെന്നോ ഒന്നും നോക്കാതെ അവരിലേക്ക് ഈ ഓരോ വിവരങ്ങളും എത്തിച്ചേരുകയാണ്. അതിനകത്തും പലവിധമായ കാര്യങ്ങളുമുണ്ട്. മാന്ത്രികതയുടെ ലോകം മുതൽ മയക്കുമരുന്നിൻ്റെ ലോകം വരെ ഉള്ള ഒത്തിരി കണ്ടൻറ്റുകൾ കുട്ടികളുടെ ഈ ബ്രെയിനിനകത്തോട്ട് കയറിപ്പോവുകയാണ്. ഇവിടെ ആർക്കാണ് എന്ത് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പാരൻസിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. കുഞ്ഞുങ്ങൾക്ക് ഈ വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൻ്റെ പാരൻറ്റിങ് കൺട്രോൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് പറയുവാനുള്ളത്. നിങ്ങൾ അതിനുള്ള ധൈര്യം, അതിനുള്ള ഗട്ട്സ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഈ സംഭവം അവർക്ക് വാങ്ങിക്കൊടുക്കരുത്. 18 വയസ്സ് തികയുന്നത് വരെ രാത്രി 9 മണി കഴിഞ്ഞാൽ ഇത് എൻ്റെ ടേബിളിൻ്റെ പുറത്ത് ഇരിക്കണമെന്ന് പറയുവാൻ
ഒരു അച്ഛനോ അമ്മയ്ക്കോ കഴിവുണ്ടെങ്കിൽ മാത്രമേ, അതിനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ മാത്രമേ ഈ പിഞ്ചു കുഞ്ഞുങ്ങളിലേക്ക് ഈ ഗാഡ്ജറ്റ് നിങ്ങൾ വെച്ചു കൊടുക്കാവൂ. അല്ലെങ്കിൽ അവർ മാന്ത്രികതയുടെ, മയക്കുമരുന്നിൻ്റെ, അറിവിൻ്റെ വികലതയുടെ ഏത് ലോകത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനാകില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്, കുട്ടികൾ പഠിക്കുന്ന കാലത്ത് 18 വയസ്സ് വരെ നിങ്ങൾ അവരുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കാതെ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ നിങ്ങളുടെ വീട്ടിൽ പൊതുവായിട്ട് സ്ഥാപിക്കുകയും അതിൻ്റെ കൺട്രോള് നിങ്ങളുടെ കൈകളിൽ ആയിരിക്കുകയും ചെയ്യണം. പാരൻസ് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെ. അവരുടെ വഴിതെറ്റിക്കുന്ന ഒരുപാട് കണ്ടൻറ്റ് അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കണ്ടൻറ്റുകൾ അവർ തിരഞ്ഞു പിടിച്ച് കേൾക്കുന്നുണ്ട്. ഡോപ്പമൈൻ്റെ റിലീസ് വളരെയേറെ അധികമാക്കുന്ന കണ്ടൻറ്റുകൾ അവർക്ക് ലഭിക്കുന്നുമുണ്ട്. ഡോപ്പമൈൻ നമുക്ക് ആവശ്യമാണ് ഫോക്കസിനും നമ്മുടെ ഇമോഷൻസിനും. ഒരു ലവ് ഹോർമോൺ ആണെന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ബോഡിക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ അത് അധികമായാലും പ്രശ്നമാണ്. അമൃതധികമായാലും അത് പ്രശ്നമാണെന്ന് പറയുന്നത് പോലെ തന്നെ ഡോപ്പമൈൻ റിലീസ് വളരെ ഏറെ ആകുമ്പോൾ ബ്രെയിനിനുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളിൽ പലവിധമായ സ്വഭാവ വൈകല്യങ്ങളും നാം കാണപ്പെടുന്നുണ്ട്. അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ ഒത്തിരിയേറെ വികലതകൾ വന്നു ചേരുന്നുണ്ട്. തോട്ടൊക്കെ വളരെ പെർസെപ്ഷൻ, തോട്ട്, ഇമോഷൻ ഇതൊന്നും അവരുടെ കൺട്രോളിലല്ലാത്തൊരവസ്ഥയിലോട്ട് അവർ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിലുള്ള എന്തെങ്കിലും സംസാരങ്ങളോ സ്വാഭാവികതയ്ക്ക് നിരക്കാത്ത അസ്വാഭാവികമായിട്ടുള്ള സംസാരങ്ങൾ കടന്നു വരുമ്പോൾ പാരൻസ് വളരെയേറെ ശ്രദ്ധിക്കണം. അവരുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. എപ്പോഴും കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒന്നും എഫക്റ്റീവ് ആവില്ല. ചില സമയങ്ങളിലൊക്കെ നമുക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം ആവശ്യമാണ്. മെഡിസിൻ എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകേണ്ടതും വളരെയേറെ അത്യാവശ്യമാണ്. അപ്പോൾ പാരൻസ് ഇതിനെക്കുറിച്ച് വളരെയേറെ അവെയർ ആവുക. കുട്ടികളുടെ കയ്യിലേക്ക് നിങ്ങൾ ഈ ഗാഡ്ജറ്റ്, മൊബൈൽ ഫോൺ എന്നുള്ള ഈ ഒരു ഗാഡ്ജറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ അലർട്ടായിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുവാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണം. Thank you for watching this video.